Welcome to Tiffany's Kitchen. ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 5 തരം പാലപ്പം റെഡിയാക്കി എടുക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് 1.5 കപ്പ് പച്ചരി 2 മണിക്കൂർ സോക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത്, 1/4 കപ്പ് ചോറ്, 1 ടേബിൾ സ്പൂൺ ഷുഗർ, 1 തേങ്ങയുടെ വെള്ളം, ഇത്രയും കാര്യങ്ങളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സോക്ക് ചെയ്തിട്ടുള്ള റൈസ് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങ, ചോറ്, അതുപോലെ തന്നെ ഷുഗർ, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങയുടെ വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളം ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. പിന്നെ അതിനുശേഷം 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ പാകത്തിന് വെള്ളം ചേർത്ത് നോക്കിയിട്ട് അരച്ചെടുക്കുക. അപ്പോൾ അരച്ചെടുത്തിട്ടുള്ള മാവ് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ തലേദിവസം രാത്രി നമ്മൾ അരച്ച് ഇതുപോലെ വെച്ച് പിറ്റേ ദിവസമാണ് നമ്മളിതെടുത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുള്ള മാവാണിത്. ഇനി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നമുക്ക് പാലപ്പം ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ പാലപ്പച്ചട്ടി ഇവിടെ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ച് ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം കിട്ടുന്നതാണ്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാലപ്പമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ് ഈ ഒരു പാലപ്പം. അപ്പോൾ നമുക്കിനി രണ്ടാമത്തെ രീതിയിൽ എങ്ങനെയാണ് പാലപ്പം റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് എങ്ങനെയാണ് മാവ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 2 കപ്പ് പച്ചരി സോക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് വാഷ് ചെയ്ത് അതിലെ പകുതി പച്ചരി ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാകത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നൊരു 3 ടേബിൾ സ്പൂൺ മാവ് ഞാനൊരു പാനിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് കുറുക്കിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളത് കപ്പി കാച്ചിട്ടുള്ള ഒരു പാലപ്പമാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ തൊട്ട് മുന്നേ കാണിച്ചിട്ടുള്ള പാലപ്പം എന്ന് പറയുന്നത് നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ളൊരു പാലപ്പമാണ്. അതുപോലെ തന്നെ നമ്മൾ അതിലേക്ക് ഈസ്റ്റ് ഒന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ കപ്പി കാച്ചിയത് ചേർത്ത് രണ്ടാമത്തെ ആ ഒരു സെറ്റ് റൈസും കൂടെ അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ബാക്കിയുള്ള റൈസ് അരച്ചെടുക്കുന്ന സമയത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഷുഗർ, 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ഈസ്റ്റ്, പിന്നെ ഒരു പിടി തേങ്ങ, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം അരച്ചെടുത്തിട്ടുള്ള മാവും ഇപ്പോൾ അരച്ചെടുത്തിട്ടുള്ള മാവും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി ഒരു 4 മണിക്കൂർ മാവ് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു 4 മണിക്കൂറിന് ശേഷമുള്ള മാവാണിത്. നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടായിട്ടുള്ള പാലപ്പച്ചട്ടിയിലേക്ക് നമുക്ക് ഒരു തവി മാവ് ഒഴിച്ച് ഇതൊന്ന് ചുറ്റിച്ചെടുക്കാം. അപ്പോൾ നല്ല പൂ പോലുള്ള ഒരു പാലപ്പമാണിത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പമാണ്. അപ്പോൾ ഇനി മൂന്നാമത്തെ പാലപ്പം എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ കുതിർത്തെടുത്തിട്ടുള്ള പച്ചരി നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത്, 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് അവിലാണ് കേട്ടോ. അപ്പോൾ കുതിർത്തെടുത്തിട്ടുള്ള അവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് അവിൽ. അപ്പോൾ ഇത് വൈറ്റ് അവിലാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ലൊരു കളറായിരിക്കും നമ്മുടെ പാലപ്പത്തിന്. 1 ടേബിൾ സ്പൂൺ ഷുഗർ, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഈസ്റ്റ്, ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവൽ ചേർത്തിട്ടുള്ള പാലപ്പത്തിൻ്റെ മാവ് നമ്മൾ ഫെർമെൻറ്റേഷനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് പാലപ്പം ചുട്ടെടുക്കാം. ചൂടായിട്ടുള്ള പാനിലേക്ക് ഒരു തവി മാവ് ഒഴിച്ച് കൊടുക്കാം. ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കാം. പാലപ്പം റെഡിയാക്കി എടുക്കാം. അപ്പോൾ അവൽ ചേർത്ത് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി നാലാമത്തെ പാലപ്പത്തിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് വീറ്റ് ഫ്ലോർ പാലപ്പമാണ്. അപ്പോൾ അതിനായിട്ട് ഇവിടെ 2 കപ്പ് ഗോതമ്പ് പൊടി അല്ലെങ്കിൽ വീറ്റ് ഫ്ലോർ ആണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം 2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്, 1/2 കപ്പ് മാറ്റി വെച്ചിട്ടുണ്ട്. ആദ്യം മിക്സ് ചെയ്തതിന് ശേഷം പിന്നീടാണ് 1/2 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 തവി ചോറ്, 2 മുട്ട, അല്പം ഉപ്പും കൂടെ ചേർത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്കത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് ഇൻസ്റ്റൻറ്റ് മിക്സും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് പാലപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് അപ്പോഴേ ചുട്ടെടുക്കാം. മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ പാലപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം നമുക്ക് അപ്പോഴേ ചുട്ടെടുത്ത് തുടങ്ങാം. അപ്പോൾ കണ്ടില്ലേ, നല്ല ഹോൾസൊക്കെ വന്നിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പമാണ്. ഇനി അഞ്ചാമത്തെ പാലപ്പം എന്ന് പറയുന്നത് ഹോം മെയ്ഡ് ഇൻസ്റ്റൻറ്റ് പാലപ്പം മിക്സ് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മളിതിന് മുൻപ് വീഡിയോ ഇട്ടിട്ടുണ്ട് എങ്ങനെയാണ് ഇൻസ്റ്റൻറ്റ് പാലപ്പം മിക്സ് പൗഡർ റെഡിയാക്കി എടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു പൗഡർ വെച്ചിട്ടാണ് ഈ ഒരു പാലപ്പം റെഡിയാക്കി എടുക്കുന്നത്. 2 കപ്പ് ഇൻസ്റ്റൻറ്റ് പാലപ്പം മിക്സിലേക്ക് 2 ടീസ്പൂൺ ഷുഗർ, 1/2 ടീസ്പൂൺ സോൾട്ട്, 2.5 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പാലപ്പം മിക്സ് റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ പാലപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മുന്നേ ഇട്ടിട്ടുള്ള വീഡിയോ ആണ് ഈ ഒരു പാലപ്പം മിക്സിൻ്റെ. അപ്പോൾ അത് കണ്ട് ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കി അതിൻ്റെ ഫോട്ടോസും ഫീഡ്ബാക്കൊക്കെ നമുക്ക് അയച്ചു തന്നിട്ടുള്ളതായിരുന്നു. മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാനത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് 4 മണിക്കൂർ മാറ്റി വെച്ചപ്പോഴത്തേനും നമ്മുടെ ഈ ഒരു മിക്സ് നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓരോ തവിയും
മാവ് ഒഴിച്ച് ചുട്ടെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു പാനിലും അതുപോലെ തന്നെ നോർമൽ പാനിലും പാലപ്പ ചട്ടിയിലും നമുക്കിത് ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ രണ്ടും ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പാലപ്പ മിക്സിൻ്റെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടു നോക്കാം, എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ 5 തരം പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിലും ഇഷ്ടമായെന്നുണ്ടെങ്കിലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ വീഡിയോയുടെ തൊട്ട് മുന്നേ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് 6 തരം ഓട്ടട റെഡിയാക്കി എടുക്കുന്നതായിരുന്നു. അപ്പോൾ അതും കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത്, ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യാവുന്ന ഓട്ടട റെസിപ്പീസൊക്കെ അതിലുണ്ട്. അപ്പോൾ വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.